അപ്പോൾ ഒരു ദിവസം കൊച്ചുമകൻ വല്യപ്പനോട് ചോദിക്കുകയാണ്, മുത്തശ്ശ എനിക്ക് ലൈഫിൽ സക്സസ് ആകാനായിട്ട് ഒരു കാര്യം പറഞ്ഞു തരാമോ? നല്ല കാര്യങ്ങളൊക്കെ നമുക്കറിയാം, മുതിർന്നവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അല്ലേ? അപ്പം ഈ മുത്തശ്ശൻ എന്ത് ചെയ്തു, ഈ കുഞ്ഞിനെയും കൊണ്ട് പോയി 2 ചെടി എടുത്തു. 2 ചെടി എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ ഒരു ചെടി നമുക്ക് അകത്ത് നടാം, ഒരു ചെടി നമുക്ക് വീടിന് പുറത്ത് നടണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മുത്തശ്ശൻ തന്നെ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഇതിലെ ഏത് ചെടിയായിരിക്കും നല്ലപോലെ വളർന്നു വരുന്നതെന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു, വീടിനകത്ത് വെക്കുന്ന ചെടിയാണ് ഏറ്റവും നല്ലപോലെ കിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു, അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ വീടിനകത്ത് വെക്കുന്ന ചെടിക്ക് നമ്മൾ നല്ല കെയറിങ് കൊടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് സമയത്ത് അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം, വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കെയറിങ് കിട്ടുന്നുണ്ട്, ആ ചെടി നല്ല രീതിയിൽ വളർന്നു വരും. പുറത്ത് വെക്കുന്ന ചെടി പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ വല്ല പശുവോ എരുമയോ വല്ലതും തിന്നും, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചെങ്കിൽ നല്ലപോലെ കിളിക്കും. ചൂട് സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുത്താലേ അത് കിളിക്കത്തുള്ളൂ. അങ്ങനെ ഒത്തിരി മഴ പെയ്താൽ ചെടി അളിഞ്ഞും പോവും. അപ്പോൾ ഈ കാരണത്താൽ അകത്തിരിക്കുന്ന ചെടിയായിരിക്കും ബെസ്റ്റായിട്ട് കിളിക്കുന്നതെന്ന് മുത്തശ്ശനോട് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് 2 ചെടി 2ആയിട്ട് നടാം, ഒന്ന് അകത്തും വെക്കാം, ഒന്ന് പുറത്തും വെക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം കുട്ടി എന്ത് ചെയ്തു, ഒരു 3 വർഷത്തേക്ക് കൊച്ച് ഫോറിൻ കൺട്രിയിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 3 ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കുട്ടി തിരിച്ചു വരുന്നത്. കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആങ്സൈറ്റിയാണ്, കാരണം 2 ചെടി നട്ടിട്ടാണ് കുട്ടി പോയത്. വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശൻ നമ്മുടെ ചെടികളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം മുത്തശ്ശൻ എന്ത് ചെയ്തു, ആദ്യം വീടിനകത്തെ ചെടി കൊണ്ടുവന്ന് കാണിച്ചു. കുട്ടിക്ക് ഭയങ്കര സന്തോഷം, കാരണം വീടിനകത്തെ ചെടി നല്ലതുപോലെ കിളിച്ച് നിൽക്കുന്നു. അപ്പോൾ കുട്ടി പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ നല്ലപോലെ നമ്മുടെ ചെടി കിളിക്കുമെന്ന്. അപ്പം മുത്തശ്ശൻ എന്ത് ചെയ്തു, ഇത് കാണിച്ചതിന് ശേഷം പുറത്തുള്ള ആ ചെടിയും കൂടെ കൊണ്ടുവന്ന് കാണിച്ചു. നോക്കിയപ്പോൾ കുട്ടി അതിശയിച്ചു പോയി. അകത്തിരിക്കുന്ന ചെടിയെക്കാട്ടിലും എന്ത് മനോഹരമായിട്ടും എന്ത് തിക്കായിട്ടാണ് ആ മരം കിളിച്ച് നിൽക്കുന്നത്. അകത്തെ ചെടിക്ക് വലിയ പൊക്കവും ഇല്ല, അതനുസരിച്ച് ചെറിയ രീതിയിലേ ഉള്ളൂ, പക്ഷെ നല്ലപോലെ കിളിച്ചിട്ടുണ്ട്. പുറത്തെ ചെടി നോക്കിയപ്പം ഭയങ്കര വലിയ മരമായി, ബ്രാഞ്ചസ് വന്നു, അതിന് നല്ല നല്ല റൂട്ട്സ് ഒക്കെ വന്ന് നല്ല തിക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുട്ടി വെച്ചു, അതെന്താ മുത്തശ്ശ, അകത്ത് വെച്ചതിനേലെ കെയർ കിട്ടുന്നത്, ഈ പുറത്ത് ചെടി എന്തുകൊണ്ട് ഇത്ര നല്ലപോലെ കിളിച്ചെന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, നമ്മുടെ ലൈഫിലും ഇതുപോലാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടവും എല്ലാം സഹിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഉറച്ച ഒരു ജീവിതം ഉണ്ടാകത്തുള്ളൂ. ഒത്തിരി കെയറിങ്ങും ഒത്തിരി പാമ്പറിങ്ങും ചെയ്ത് നമ്മൾ കുട്ടികളെ വളർത്തുവാണെങ്കിൽ ആ കൊച്ചുങ്ങൾക്ക് എപ്പോഴും ഒരാളുടെ സപ്പോർട്ടില്ലാതെ മുമ്പോട്ട് ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ പുറത്ത് നിന്ന് ചെടി കിളിക്കാൻ കാരണം അത് തൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എനിക്ക് മുമ്പോട്ട് പോയേ പറ്റൂ എന്നുള്ള ഉറപ്പും, അതുപോലെ തന്നെ ആ വേര് ഭൂമിയിലേക്ക് പോയി ആവശ്യമുള്ള വെള്ളം പിടിച്ചെടുത്ത് എപ്പോഴും കൊണ്ടൊഴിക്കുന്നില്ല, മഴയത്തും വെള്ളം കിട്ടുമ്പോഴും ഒക്കെ നമുക്ക് ആ ചെടി വലിച്ചെടുത്ത് സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോയി. അതിന് കെയറും സപ്പോർട്ട് ചെയ്യാനായിട്ടും ആരും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ ലൈഫിൽ ഇതുപോലെയാണ്. പല സിറ്റുവേഷനും പലപ്പോഴും നമുക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് തരണം ചെയ്ത് മുമ്പോട്ട് പോയാലേ ലൈഫിൽ നമ്മൾ സക്സസ് നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ബി ഹാപ്പി ഫോർ എവർ.